ഭദ്രൻ കൊട്ടാരത്തിലെ പഴയ ജോലിക്കാരനായിരുന്നു. ഒരു ദിവസം ഭദ്രൻ അവന്റെ സഹോദരിയും കൂട്ടി കൊട്ടാരത്തിലേക്ക് വന്നു. ആരാ? എന്താ വേണ്ടേ? എന്റെ പേര് രമ. ഇത് എന്റെ ചേട്ടൻ ഭദ്രൻ. ഇവിടെ എന്താ വന്നേ? തമ്പുരാനെയും തമ്പുരാട്ടിയും ഒന്ന് കാണാൻ വന്നതാ. എന്താ കാര്യം? ഇവിടെ അടുക്കളപ്പണിക്കും പുറംപണിക്കും ജോലിക്കാരെ ആവശ്യമുണ്ടെന്ന് കേട്ടു. അതറിഞ്ഞു വന്നതാ. അല്ല, ഞങ്ങൾ നല്ല പണിക്കാരാ, എന്തു ജോലിയും ചെയ്യും. ഏതായാലും നിങ്ങൾ ഇവിടെ നിൽക്കേ. തമ്പുരാനും തമ്പുരാട്ടി അകത്തുണ്ട്, ചോദിച്ചു നോക്കാം. ഓ ഓ ശരി. നിങ്ങളോട് അകത്തേക്ക് കയറി വരാൻ പറഞ്ഞു. പിന്നെ കയ്യിലുള്ള ഭാണ്ഡക്കെട്ടൊക്കെ ഇവിടെ വെച്ചേക്ക്. ശരി. അങ്ങനെ കൊട്ടാരത്തിൽ രമക്കൊരു ജോലി കൊടുത്തു. പുറംപണിയും അടുക്കള ജോലിയൊക്കെയായി അവൾ അവിടെ കഴിഞ്ഞു. പിന്നെ ഭദ്രനും രമയ്ക്കും സ്വഭാവത്തിലൊക്കെ ഒരു മാറ്റം വന്നു തുടങ്ങി. അതെന്റെ വാക്കാ. അച്ഛന് സമാധാനായി. പിന്നെ നീയും അമ്മയും തുമ്പിയും വളരെ സൂക്ഷിക്കണം മോളെ. നിങ്ങൾ എന്റെ മക്കളാണെന്ന് രമ അറിഞ്ഞ് അത് വലിയ അപകടം. കുറച്ച് ബാധ്യതയുണ്ടച്ചാ. അത് വീട്ടിൽ കഴിഞ്ഞാ അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് പോവും. ഞാനിപ്പോ ആലോചിക്കുന്നത് അച്ഛന്റെ കേസിനെ കുറിച്ചാ. അച്ഛനെ ഈ കേസിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുത്താന്നാ. അച്ഛൻ നിരപരാധിയാണെന്ന് തെളിയിക്കാൻ ഒരു തെളിവും നമ്മുടെ കയ്യിലില്ല. അച്ഛൻ എന്തെങ്കിലും വഴി തോന്നുന്നുണ്ടോ? അച്ഛൻ ആലോചിച്ചിട്ട് ഒരു വഴിയുള്ളൂ മോളെ. കൊട്ടാരത്തിലേക്ക് വീണ്ടും ഒന്നുകൂടി പോണം. അച്ഛൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കാനുള്ള എന്തെങ്കിലും ഒന്നും കൊട്ടാരത്തിലുണ്ടാവും. തീർച്ച. നാട്ടുകാരിൽ കുറച്ചുപേരെങ്കിലും നമ്മുടെ കൂടെ നിൽക്കും. നരേന്ദ്രനെ പേടിച്ച് ആരും ഒന്നും മിണ്ടുന്നില്ലെന്നേ ഉള്ളൂ. പിന്നെ നീ മഹിയായിട്ട് അതേക്കുറിച്ചൊന്ന് ആലോചിക്ക്. മതി സംസാരമൊക്കെ. കൂട്ടി പോവാൻ നോക്ക്. മോള് ചെല്ല്. പിന്നെ അച്ഛൻ പറഞ്ഞതൊക്കെ മനസ്സിൽ വെച്ച് വേണം ഓരോ കാര്യങ്ങളും ചെയ്യാൻ.
ചന്ദ്രാമേ